ശ്രീനിവാസിനെ കുറിച്ച് മുകേഷ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത്. 43 വർഷത്തിനുള്ളിൽ ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത സുഹൃത്തായിരുന്നു. ശ്രീനിവാസന്റെ വിയോഗത്തിൽ വികാരഭരിതനായി മുകേഷ്. തനിക്ക് വേണ്ടി ഒരുപാട് പേരോട് കലഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീനിവാസനെന്നും മുകേഷ് പറയുന്നത്. എല്ലാം വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവമായിരുന്നു. അതിൽ സൗഹൃദമൊന്നും നോക്കിയില്ല. സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ, TV പരിപാടിയാണെങ്കിൽ നല്ല TV പരിപാടി, നല്ല കഥ, നല്ല തിരക്കഥ, അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളായിരുന്നു. തിരക്കഥയുമായി അദ്ദേഹത്തെ കണ്ടാൽ പുതിയ ആളാണെങ്കിൽ മിനിമം 10 ചോദ്യം അങ്ങോട്ട് ചോദിക്കും. അതിന് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ടു പോകൂ. എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ശ്രീനിവാസനുമായി ഇത്രയും സിനിമകൾ ചെയ്യുകയും ഇത്രയും കാലം ഒരുമിച്ച് നടക്കുകയും ചെയ്തിട്ടും അദ്ദേഹത്തെക്കുറിച്ച് അവിടെയും ഇവിടെയും സംസാരിച്ചുവെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ട വന്നൊരു സാഹചര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് ഇങ്ങനെയൊരു സാഹചര്യമായി പോയി. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. 43 കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ പോലും ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത സൗഹൃദമായിരുന്നു. പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാനായതുകൊണ്ട് ഇതൊക്കെ ക്ഷമിക്കുന്നു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇട്ടിട്ട് പോയേനെ എന്ന്. അദ്ദേഹം പൊട്ടിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിരിയും വളരെ പ്രശസ്തമാണ്. നോൺ സ്റ്റോപ്പ് ചിരിയാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ പോലെ തന്നെ ചിരിക്കുന്നതും ഏറെ ആസ്വദിച്ചാണ്. തുടക്കത്തിൽ പ്രിയദർശന് എന്നോട് അഭിപ്രായ വ്യത്യാസവും ഞാൻ ശരിയല്ല എന്ന തോന്നലും ഉണ്ടാകുമ്പോൾ അത്ര വലിയ ബന്ധമൊന്നുമില്ലായിരുന്ന കാലത്തും ശ്രീനിവാസൻ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു. പിൽക്കാലത്ത് പ്രിയദർശനെ തിരുത്തി. അവിടുന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഞങ്ങളുടേത്. ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം അപരിചിതമായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊരു സിനിമ നിർമ്മിക്കണം. വലിയ ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല, നമുക്കൊരു സിനിമ എടുക്കണം. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കി. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. മാറ്റി നിർത്തിയിട്ട് കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ കഥ പറഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. നമുക്ക് ഈ കഥ ആയാലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് മമ്മൂക്കയോട് കഥ പറയുന്നത്. അദ്ദേഹം ഫ്രീ ആയി ചെയ്തു തരാമെന്ന് പറഞ്ഞു. ജീവിതത്തിലും സിനിമയിലും സുവർണ നിമിഷങ്ങളായിരുന്നു എല്ലാം.